ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും എന്തുകൊണ്ട് ധർമ്മസംഘം ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സന്യാസി സംഘം ഇവിടെ ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചും സ്വാമിജി വ്യക്തമാക്കുകയുണ്ടായി. ബഹുമാന്യനായ ശ്രീ പുന്നല ശ്രീകുമാറിൻ്റെ പ്രസംഗം ഏറെ ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഞാൻ താല്പര്യത്തോടെ കരുതിയത്. പക്ഷേ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം അത് മതിയാകുമെന്ന് അദ്ദേഹം കൂടി നിർദ്ദേശിച്ചതുകൊണ്ടും സമാദരണീയനായ സ്വാമിജി നിർദ്ദേശിച്ചതുകൊണ്ടും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു പ്രസംഗത്തിൻ്റെ താളവും ഓളവും ഇതിനുണ്ടാവില്ല. ചില വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും അത് നിങ്ങളുടെ ആലോചനയ്ക്കും നിങ്ങളുടെ വിമർശനങ്ങൾക്കും വിധേയമാക്കുവാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും തിരിച്ചറിഞ്ഞ് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ സ്വാധീനവും പ്രയോജനപ്പെടുത്തുവാൻ ഇടയാകണം എന്ന താല്പര്യവും അറിയിച്ചുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു. എന്താണ് സംവരണം? ഈ സംവരണം എന്നത് ആ വാക്ക് ഞാൻ ഈ തുടക്കത്തിൽ പറയുന്നതല്ലാതെ പിന്നീട് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത് സംവരണം എന്ന പദത്തിന് പകരം പ്രാതിനിധ്യം എന്ന വാക്കാണ്. യഥാർത്ഥത്തിൽ ഈ സംവരണം നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 16(4) രേഖപ്പെടുത്തപ്പെടുന്നത് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണം അഥവാ ഒരു വ്യവസ്ഥ എന്നുള്ള നിലയിലാണ്. എന്തിനാണ് ഈ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ നിന്ന് മാറി ഇന്ത്യ ഒരു സ്വരാജായി മാറുകയും ഒരു ജനാധിപത്യ ഭരണ സംവിധാനമായി രൂപം കൊള്ളുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാര സ്ഥാനങ്ങൾ കുത്തകയാക്കുന്നത് ഈ രാജ്യത്തെ ഒരു ചെറിയ വിഭാഗമായിരിക്കുമെന്ന് മഹാനായ ഡോക്ടർ BR അംബേദ്കർ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെ പ്രവചിച്ചു. അദ്ദേഹം അത് ബോധ്യമായി തന്നെ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അത് ഉന്നയിച്ചു. അവിടെ അദ്ദേഹം പറഞ്ഞത് അധികാരം കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കണം. എന്താണ്? എൻഷുർ ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്നോ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. എല്ലാ സമുദായങ്ങൾക്കും അർഹമായ മതിയായ പ്രാതിനിധ്യം ഈ അധികാര കൈമാറ്റം ഉണ്ടാകുമ്പോൾ ഉറപ്പാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മഹാനായ മഹാത്മാഗാന്ധി ഇന്ത്യക്കൊരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഉണ്ടാവണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഡോക്ടർ BR അംബേദ്കർ അതിനോട് 100% യോജിച്ചു. ഇന്ത്യക്കൊരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഉണ്ടാവണം. പക്ഷേ ആ റെസ്പോൺസിബിൾ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആയിരിക്കണം. പ്രാതിനിധ്യ ജനാധിപത്യം ഉൾക്കൊള്ളുന്നതായിരിക്കണം ആ ഭരണ സംവിധാനം എന്ന് ഡോക്ടർ BR അംബേദ്കർ ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പിന്നീട് ഉണ്ടാവുകയും ഇന്ത്യ സ്വതന്ത്രമായ ശേഷം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. 12ാമത്തെ ദിവസം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പഴയ മദ്രാശി സംസ്ഥാനത്തു നിന്നുള്ള അന്നത്തെ ഹരിജൻ മെമ്പർമാർ എന്ന് അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായി വന്നിരുന്ന ശ്രീ മുനിസ്വാമി പിള്ളയും ശ്രീ നാഗപ്പയും
ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിശക്തമായ ഒരു വാദം ഉന്നയിച്ചു. മുനിസ്വാമി പിള്ളയും നാഗപ്പയും ഉന്നയിച്ച ആവശ്യത്തിൻ്റെ സംക്ഷിപ്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഭയമുണ്ട്. ഞങ്ങൾ എന്ന് അവർ പറഞ്ഞത് ഈ ഹരിജനങ്ങൾ എന്ന് അന്ന് വിശേഷിപ്പിച്ചിരുന്ന അധികാര സ്ഥാനങ്ങളിൽ നിന്നും പദവികളിൽ നിന്നുമെല്ലാം ബോധപൂർവം മാറ്റി നിർത്തപ്പെട്ട ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് ഒരു ഭയമുണ്ട്. അത് ആ ഹിന്ദുക്കൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. ആ ഹിന്ദുക്കൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളാരും ആ ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മുനിസ്വാമി പിള്ള പറഞ്ഞു, ഞങ്ങൾ എത്ര ഇന്നസെൻ്റ് ആയാലും, ഞങ്ങൾ എത്ര ഇല്ലിറ്ററേറ്റ് ആയാലും, ഞങ്ങൾ സംസ്കാരമില്ലാത്തവരോ വിദ്യാഭ്യാസമില്ലാത്തവരോ ഞങ്ങളിൽ പുരോഗമനമൊന്നും കാണാൻ കഴിയാത്തവരോ ആണ് എന്നും നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ അധികാരത്തിലും പദവികളിലും സ്ഥാനങ്ങളിലും ഞങ്ങൾക്കർഹമായ പങ്ക്, ഞങ്ങളുടെ ഡ്യൂ ഷെയർ ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് മറ്റാരുടെയും ഒരു കഴഞ്ചു പോലും ആവശ്യമില്ല. ഞങ്ങൾക്കർഹമായ ഞങ്ങളുടെ ഡ്യൂ ഷെയർ ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ്, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, സഹോദരൻ അയ്യപ്പൻ്റെ ഒരു വാചകം കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വളരെ പ്രസക്തമായതുകൊണ്ടാണ്. അത് ഇങ്ങനെയാണ്: ചില സമുദായങ്ങൾ അവർക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് മറ്റു ചില സമുദായങ്ങളോടുള്ള വൈരം കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട ഒരാവശ്യവുമില്ല. അവരുടെ അവകാശവാദം മറ്റു സമുദായങ്ങളെപ്പറ്റിയുള്ള ആക്ഷേപമായും എടുക്കേണ്ട ആവശ്യമില്ല. അവകാശവാദത്തെ കുത്തകവാദം എപ്പോഴും എതിർത്തുകൊള്ളട്ടെ. ആ എതിർപ്പിന് ശക്തി കൂട്ടാൻ വേണ്ടി അവകാശവാദികൾ സമുദായ വൈരമുണ്ടാകുന്നു എന്നുള്ള പൊളി പറഞ്ഞു വരുത്താതിരുന്നാൽ ഒരു സമുദായ വൈരവും വാസ്തവത്തിൽ ഉണ്ടാവുകയില്ല. ഇത് സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ്. ഈ സമുദായങ്ങളുടെ അവകാശം പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇന്ത്യ സോഷ്യലി യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ്. ഇന്ത്യ പൊളിറ്റിക്കലി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെങ്കിലും ഇന്ത്യ സോഷ്യലി യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഡോക്ടർ BR അംബേദ്കർ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മതിയായ അർഹമായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും ഉറപ്പാക്കണം എന്ന് പറഞ്ഞത്. ഇനി ഭരണഘടനാ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(4) 16(4) അതിൽ 16(4) സംവരണം എന്ന പദം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പറയുന്നത്, മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പിന്നോക്ക വിഭാഗങ്ങൾക്ക്, മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പിന്നോക്ക വിഭാഗങ്ങൾക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ മതിയായ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഭരണഘടനയുടെ 16(4) വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. 15(4) വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതുതന്നെയാണ്. ഈ പിന്നോക്ക സമുദായങ്ങൾ അഥവാ പിന്നോക്ക വിഭാഗങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്
അധികാര സ്ഥാനങ്ങളിൽ നിന്നും പിന്നോക്കം പോയിട്ടുള്ള ആളുകൾ, പുഷ് ബാക്ക് ഫ്രം ദ പവർ, അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്കാണ് പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 15(4) 16(4) ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ആരാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുറേ സമുദായങ്ങളെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി ആ പട്ടികയിൽ പട്ടികജാതികളെന്നും പട്ടികവർഗങ്ങളെന്നും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് എന്നും ആദിവാസികളെന്നും പ്രഖ്യാപിച്ചിട്ട് ശേഷം അവശേഷിക്കുന്ന മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, അതുകൊണ്ടാണ് ഈ മറ്റു വന്നത്, അതർ, ആ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ആരൊക്കെയാണ് എന്ന് നിശ്ചയിക്കുന്നതിനുള്ള ഭരണഘടനാ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 340 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരിക്കണം ഈ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനം, എങ്ങനെയുള്ള ആളുകളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് സമഗ്രമായും ശാസ്ത്രീയമായും ഗവേഷണവും പഠനവും നടത്തി അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടതായ സൗകര്യങ്ങളും അവകാശങ്ങളും എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കണമെന്നാണ് ഈ ഭരണഘടനയുടെ 340 പറയുന്നത്. അതനുസരിച്ചാണ് 1953 കാക്ക കലേൽക്കർ കമ്മീഷനെ നിയമിച്ചത്. ആ കമ്മീഷൻ അന്വേഷിച്ചു, ആ വിഭാഗങ്ങളെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സമയക്കുറവ് പോലെ ഞാൻ പോകുന്നില്ല. ആ റിപ്പോർട്ട് വാങ്ങി അധികാരം കുത്തകയാക്കി വെച്ചിരുന്ന ആളുകൾ, അധികാര കുത്തകയാക്കി വെച്ചിരിക്കുന്ന ആളുകളെ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഓളിഗാർക്കി എന്ന പദത്തിലൂടെയാണ്. ഓളിഗോസ് എന്ന പദത്തിന് ഫ്യൂ എന്ന അർത്ഥമുണ്ട്, ആർക്കി ഭരണമെന്നുമാണ്. ആ ഓളിഗാർക്കി വിഭാഗം രാഷ്ട്രം ഭരിച്ചുകൊണ്ട് ഈ കാക്ക കലേക്കർ കമ്മീഷൻ്റെ റിപ്പോർട്ട് അലമാരിയിൽ വെച്ച് പൂട്ടി 25 വർഷക്കാലം അവിടെ ഇരുന്നു. രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷനെ 1978 അവസാനം നിശ്ചയിച്ചു. 1980 അവസാനം ഡിസംബർ 31 അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. BP മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടും അലമാരിയിൽ വെച്ചു പൂട്ടി. ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇന്ന് കുറേ ആളുകൾക്കെങ്കിലും ഏകദേശം അറിയാം. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ അതും അവിടെ അവസാനിപ്പിക്കാം. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാര സ്ഥാനങ്ങളിൽ പദവികളിൽ ഈ പട്ടികയിൽപ്പെട്ട ആളുകൾക്ക്, OBC പട്ടികയിൽപ്പെട്ട ആളുകൾക്ക് 27% സംവരണം ഉറപ്പാക്കണം എന്ന് പറഞ്ഞാൽ 27% പ്രാതിനിധ്യം ഉറപ്പാക്കണം. ഈ രാജ്യത്ത് 100 ഒഴിവുകളുണ്ടായാൽ, പദവികളുണ്ടായാൽ അതിൽ 27 ഈ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. 22% അതിൽ 15% പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും 7.5% ആദിവാസി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നീക്കിവെച്ചിട്ടുള്ളത് കൊണ്ട് 22% ശേഷം മണ്ഡൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ OBC ജനസംഖ്യ 52% ആണെങ്കിലും കമ്മീഷൻ 27% പ്രാതിനിധ്യം അവർക്കായി നീക്കിവെക്കണം എന്ന് നിർദ്ദേശിച്ചത് ഈ കാലയളവിലുണ്ടായ ചില സുപ്രീം കോടതി വിധികളൊക്കെ ഇങ്ങനെ നീക്കിവെക്കുന്ന തസ്തികകൾ 50% അധികരിക്കാൻ പാടില്ല എന്ന ഒരു വ്യവസ്ഥ, അത് മാറ്റാൻ പാടില്ലാത്ത വ്യവസ്ഥയൊന്നുമല്ല, മാറ്റാവുന്നതാണ്. എങ്കിലും ആ പേര് പറഞ്ഞത് നിഷേധിക്കപ്പെടരുത് എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് 22 നിലവിലുള്ളത് കൊണ്ടും 27 കൂടെ കൂട്ടുമ്പോൾ 49 ആവുന്നത് കൊണ്ടും 52% പ്രാതിനിധ്യം നീക്കിവെക്കുവാൻ അവകാശപ്പെട്ട OBCക്ക് 27% നീക്കിവെച്ചു. ഭൂപരിഷ്കരണ നിയമമടക്കം മറ്റനവധി കാര്യങ്ങൾ, അടിസ്ഥാനപരമായ ശുപാർശകൾ അതിനകത്തുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. 1980 ലഭിച്ച ഈ റിപ്പോർട്ട് പൂട്ടിവെച്ചു.
10 വർഷക്കാലം. ആദ്യം 25 വർഷക്കാലം പൂട്ടിവെച്ചു, പിന്നെ 10 വർഷക്കാലം പൂട്ടിവെച്ചു. 1950 നിലവിൽ വന്ന ഭരണഘടനയിലെ വ്യവസ്ഥയാണ് പൂട്ടിവെച്ചത്. ഒടുവിൽ വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന മുൻ പ്രധാനമന്ത്രി VP സിംഗ് അധികാരമേറ്റ ശേഷം ഇത് നടപ്പാക്കുമെന്ന് 13/8/90 അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഭരണഘടന നിലവിൽ വന്ന് 40 വർഷത്തിന് ശേഷം, സ്വാതന്ത്ര്യം ലഭിച്ച് 43 വർഷത്തിന് ശേഷം, ഇവിടെ ഉടനെ തന്നെ അധികാരം കുത്തകയാക്കി വച്ചിരുന്ന ആളുകൾ ഈ അധികാരം വിട്ടൊഴിയേണ്ടി വരും എന്ന ബോധ്യം വന്നപ്പോൾ പലതരത്തിലുള്ള ബഹളങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു. അതിന് ഈ രാജ്യത്തെ കുത്തക മാധ്യമങ്ങൾ അതിശക്തമായ പിന്തുണ നൽകി. ഒടുവിൽ ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. സുപ്രീം കോടതി 16/11/92 പ്രഖ്യാപിച്ചു, വിധിച്ചു, മണ്ഡൽ ശുപാർശ ചെയ്ത പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് 27% സംവരണം അനുവദിക്കാം. അത് ഭരണഘടനാ വിധേയമാണ്, അനുവദിക്കണമെന്ന് 16/11/92 വിധിച്ചു. ആ വിധിയോടൊപ്പം ഒരു ആപ്പ് കൂടി അടിച്ചു കയറ്റി. ആ ആപ്പിൻ്റെ പേരാണ് ക്രീമി ലെയർ. ഈ ക്രീമി ലെയർ സിദ്ധാന്തത്തെക്കുറിച്ചും വിശദമായി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ഭരണഘടനാ വിരുദ്ധമായ പ്രാതിനിധ്യത്തെ അട്ടിമറിക്കുന്ന ഒരു ആപ്പാണ്. പത്രാധിപർ കെ സുകുമാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്തെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ ജീവൻ നൽകി രക്തം നൽകി അധികാരത്തിലെത്തിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഭരണപരിഷ്കാര കമ്മിറ്റി റിപ്പോർട്ടിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ച മെറിറ്റ് വാദമെന്ന ബ്രാഹ്മണിസത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടപ്പാക്കിയ ആ വാദത്തെ പൊളിച്ചടക്കുവാൻ പത്രാധിപർ കെ സുകുമാരൻ പ്രയോഗിച്ച ആ വലിയൊരാപ്പുണ്ടല്ലോ, ആ ആപ്പിനെ അന്ന് പത്രാധിപർ കെ സുകുമാരൻ കുളത്തൂർ പ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ വേദിയിലിരുത്തിക്കൊണ്ട് അതിനിശിതമായി വിമർശിക്കുകയും അത് അവസാനിപ്പിക്കണമെന്ന് താക്കീത് നൽകുകയും ചെയ്തപ്പോൾ ആ പൂരി എടുത്ത് കളഞ്ഞില്ല, പാർട്ടി ഓഫീസിൻ്റെ മൂലയ്ക്ക് ചാരി വെച്ചു. ഈ ഭൂരിപക്ഷ ജനതയെ ദ്രോഹിക്കുന്ന ആ ആപ്പ് എടുത്തു മാറ്റുവാൻ പറയുവാൻ ത്രാണിയുണ്ടായിരുന്ന, ശേഷിയുണ്ടായിരുന്ന മഹാനായ പത്രാധിപർ കെ സുകുമാരൻ അന്ന് അത് പറഞ്ഞു. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഈ വലിയ വെല്ലുവിളികളെല്ലാം ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും ചുമതലപ്പെട്ടവർ, ബാധ്യതപ്പെട്ടവർ ഏതോ മാളങ്ങളിൽ പോയി ഒളിച്ചു എന്ന ദുഃഖകരമായ വസ്തുതയും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഞാനതവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീകുമാർ അതിശക്തമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്, ഞാൻ മറന്നുകൊണ്ടല്ല, ആളുകളുണ്ട്. ഞാൻ അതും അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഞാനിപ്പോൾ തന്നെ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. ഞാൻ എന്തായാലും അരമണിക്കൂർ പരമാവധി അടുത്ത് സംസാരിക്കും. പിന്നെ ശ്രീകുമാർ സാറ് സംസാരിക്കും. ഇനി ആരൊക്കെയാണ് ഇതിൻ്റെ ശത്രുക്കൾ എന്ന് നാം തിരിച്ചറിയണം. ശത്രുക്കളെ കൂടുതലായി ഞാൻ പറയുന്നില്ല. ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തൻ മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം എന്ന് നമ്മെ കൊണ്ട് ചൊല്ലിക്കുന്ന ആ ബ്രാഹ്മണ്യമാണ് ഇതിൻ്റെ ആദ്യത്തെ മുഖ്യ ശത്രു. ഈ മനുഷ്യരെ മുഴുവൻ ചാതുർവർണ്ണ്യ സിദ്ധാന്തത്തിൻ്റെ പേരിൽ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ മനഃപൂർവ്വമായി സൃഷ്ടിച്ചുകൊണ്ട് അധികാരങ്ങളും പദവികളും വഹിക്കുവാൻ നീ അർഹനല്ല, നീ യോഗ്യനല്ല, അക്ഷരം പഠിക്കുവാൻ അർഹനല്ല, യോഗ്യനല്ല എന്ന് പറഞ്ഞ് നമ്മെ മാറ്റി നിർത്തിയ ആ ബ്രാഹ്മണ്യത്തിൻ്റെ ഹിന്ദുത്വമുണ്ടല്ലോ, അതാണ് മുഖ്യശത്രു.
അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പ്രഖ്യാപിച്ചതാണ്. നാമൊക്കെ യഥാർത്ഥത്തിൽ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ ഗുരുവിനെ നിന്ദിക്കുന്നു എന്നാണ് അർത്ഥമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഭരണഘടനാപരമായ ചില വ്യവസ്ഥകൾ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അതൊഴിവാക്കപ്പെടുന്നത് വരെ നാം അത് സ്വീകരിച്ചേ മതിയാവൂ. സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് നാം ഒക്കെ പഠിച്ചു, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. പക്ഷേ സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തൽക്കാലം ഹിന്ദുവാണെന്ന് പറഞ്ഞേ തീരൂ. അതുകൊണ്ട് അത് ഉപേക്ഷിക്കാനുള്ള ഏർപ്പാടുകളെക്കുറിച്ച് നാം ആലോചിക്കണം. ഒരു വാക്കുകൂടി ഇതിനിടയിൽ എൻ്റെ സംസാരമധ്യേ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയുന്നു. നാം ഒന്നും ജാതികൾ അല്ല. എന്തുകൊണ്ട് ജാതികൾ അല്ല? ഇവിടെ ജാതി സംവരണം തന്നെ 3-4 സംവരണങ്ങളുണ്ട്. അതേക്കുറിച്ചുകൂടി ഞാൻ ഇടയ്ക്ക് പരാമർശിക്കാം. യഥാർത്ഥത്തിൽ ജാതി എന്നാൽ അർത്ഥം ജന്മരീതി എന്നാണ്. ഗുരു പറഞ്ഞു ഒരു യോനി ഒരാകാരം. നമ്മളൊക്കെ ഒരു രീതിയിൽ ജനിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ആ ജന്മരീതി ഒന്നായതുകൊണ്ട് മനുഷ്യരൊരു ജാതിയാണ്. നാം ഒക്കെ സമുദായങ്ങളാണ്, ജാതികളല്ല. വേണമെങ്കിൽ ജാതി അവകാശപ്പെടണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾ പല ജന്മ രീതികളിലൂടെ ജനിച്ച ആൾക്കാരുണ്ട്. മുഖത്തുനിന്ന് ജനിച്ചവരുണ്ട്, തൊടയിൽ ഭുജത്തിൽ നിന്ന് ജനിച്ചവരുണ്ട്, തൊടയിൽ നിന്ന് ജനിച്ചവരുണ്ട്, പാദത്തിൽ നിന്ന് ജനിച്ചവരുണ്ട്. ഇങ്ങനെ ഗുരുവിൻ്റെ ഭാഷയിൽ മരം പൊട്ടി മുളയ്ക്കുന്ന പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ ജനിച്ചവരുണ്ട്. അവർ ജാതി കൊണ്ട് നടന്നോട്ടെ, നമുക്കൊരു വിരോധവുമില്ല. നാം സമുദായങ്ങളാണ്, കൾച്ചറൽ കമ്മ്യൂണിറ്റീസാണ്. ഈഴവ സമുദായമാണ്, പുലയ സമുദായമാണ്, വിശ്വകർമ്മ സമുദായമാണ്, നായർ ഒരു സമുദായമാണ്. അവർക്ക് ജാതിയാണെങ്കിൽ നായർ ജാതിയും കൊണ്ട് പോട്ടെ, നമ്പൂരി ജാതിയാണ് നമ്പൂരി ജാതിയും കൊണ്ട് പോട്ടെ. നമ്മുടെ സമുദായമാണെന്നും നമ്മളൊക്കെ ഇനി സമുദായമാണെന്ന് ഈ സർക്കാരുകളെ കൊണ്ട് രേഖകളിൽ ഉൾപ്പെടുത്തുവാനുള്ള ഒരു സമീപനം നാം സ്വീകരിക്കണം. ഇപ്പം ജാതി വേണ്ടെന്ന് പറഞ്ഞ വിളംബരമൊക്കെ സർക്കാർ നടത്തിയിട്ടുണ്ട്. ആ ഗുരു ജാതി വേണ്ടെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മതവും വേണ്ടെന്ന് പറഞ്ഞു, അതാരും പറഞ്ഞില്ല. അവർക്ക് താല്പര്യമുള്ളത് പറഞ്ഞു, അത് പോട്ടെ. ഇനി ആ വിഷയത്തിലേക്കും പോകുന്നില്ല. അപ്പം നമ്മുടെ ശത്രു ഈ ബ്രാഹ്മണ്യമാണ്. പിന്നൊരു ശത്രു, അത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് തന്നെയാണ്. ഈ ബ്രാഹ്മണ്യം നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഈ ബ്രാഹ്മണ്യം പൂജിക്കുന്ന നേതാക്കൾ, ഏതു രാഷ്ട്രീയ പാർട്ടി ആയാലും ഇന്നു കേരളത്തിലും ഇന്ത്യയിലും ഈ ബ്രാഹ്മണ്യമാണ് അതിനെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ഈ ആളുകൾ നമ്മുടെ ശത്രുക്കളാണോ? ഇനി വേറൊരു കൂട്ടർ ശത്രുക്കൾ കൂടിയുണ്ട്, അവരെ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് മറ്റാരുമല്ല, നമ്മളൊക്കെ തന്നെയാണ്. ഈ ബ്രാഹ്മണ്യത്തിന് വിടുപണി ചെയ്യുകയും ഈ ബ്രാഹ്മണ്യത്തിന് പാദസേവ ചെയ്യുകയും ചെയ്താൽ ചില പദവികളും ചില സ്ഥാനങ്ങളും ചില സംരക്ഷണങ്ങളും ലഭിക്കും എന്ന് വിശ്വസിച്ച് ഈ സമുദായത്തെയും ഈ സമൂഹത്തെയും ഈ പ്രസ്ഥാനങ്ങളെയും ഒക്കെ നയിക്കുന്ന കുറേ ആളുകൾ അതിന് വിധേയപ്പെട്ടിട്ടുണ്ട്. അവർ നമ്മോടൊപ്പമൊക്കെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരും നമ്മുടെ ശത്രുക്കളാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇനി നമുക്ക് വേണ്ടത് ആരൊക്കെയാണ് മിത്രങ്ങൾ എന്നാണ്. മിത്രങ്ങൾ ഈ രാജ്യത്ത് SC എന്നും ST എന്നും OBC എന്നും മൈനോറിറ്റീസ് എന്നും വിമൻ എന്നും വനിതകളെന്നും ഒക്കെ പറയുന്ന മുഴുവൻ ആളുകളും മിത്രങ്ങളാണ്. ഈ ആളുകളുടെയൊക്കെ ഐക്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇനി ഈ സംവരണത്തെക്കുറിച്ചുകൂടി 4 വാക്കുകൾ പറയാം. ഇവിടെ സംവരണ സംരക്ഷണ നേതൃസംഗമമാണ്. സവർണജാതി സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്നുള്ള ചോദ്യവും ഉയരാം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സംവരണം സംരക്ഷിക്കുന്ന വേദിയാകാം, സമുദായ സംവരണം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാകാം. അപ്പോൾ ഈ സംവരണം ഇവിടെ ഇപ്പോഴും പല വിധത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെയും കുറേ യോഗ്യന്മാരും മാന്യന്മാരെന്ന് അഭിമാനിക്കുന്നവരും ചില ഭരണാധികാരികളുമൊക്കെ
ഒരു പുതിയ പ്രയോഗം നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്താണ്? സംവരണേതര സമുദായം. ഏതപ്പാ ഇങ്ങനൊരു സമുദായം ഉണ്ടോ? ഇവിടെ സംവരണം ലഭിക്കാത്തവരായി ആരുമില്ല. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്ക് സെൻട്രൽ സ്കൂളുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സംവരണമുണ്ട്. ബ്രാഹ്മണനായാലും സുറിയാനി ക്രിസ്ത്യനായാലും പട്ടികജാതിപ്പെട്ട ആളായാലും ഈഴവനായാലും അവിടെ ഒരു സംവരണമുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് സംവരണമുണ്ട്. അവർക്ക് പഞ്ചായത്തി രാജ് ഭരണ സംവിധാനങ്ങളിൽ സംവരണമുണ്ട്. OBC വിഭാഗത്തിനില്ല. EWS എന്ന് പറഞ്ഞ പുതിയൊരു സംവരണമുണ്ട്. അതേക്കുറിച്ചുകൂടി പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. അതുപോലെ സമുദായ സംവരണത്തെക്കുറിച്ചുകൂടി ഒന്ന് പറയാം. 2 വാക്ക്. സമയം നീണ്ടു പോകുമോ? നമുക്ക് 12:30 അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ. 11:15 ഞാൻ എന്തായാലും ഈ ചില വിഷയത്തിലേക്ക് പോയാൽ പ്രശ്നമാകും. നാം ഒക്കെ ധരിക്കേണ്ട ഒരു സംഗതി, ഈ സംവരണം ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന കുറേ ആളുകളുടെ ഒരു ധാരണയുണ്ട്. എൻ്റെ മോന് ജോലി കിട്ടി കേട്ടോ, സംവരണത്തിലൊന്നുമല്ല മെറിറ്റിലാണ് കിട്ടിയതെന്ന് ഏതാണ്ട് നെഞ്ച് നിവർത്തി ഇത്തിരി അഭിമാനത്തോടെ പറയുന്ന കുറേ ആളുകളുണ്ട്. എൻ്റെ കൊച്ചിന് അഡ്മിഷൻ കിട്ടി, അത് സംവരണത്തിലൂടെ ഒന്നുമല്ല മെറിറ്റിലാണെന്ന് പറയുന്നവരുണ്ട്. ഈ സമുദായ സംവരണം എന്ന് പറയുന്നതും ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന സവർണജാതി സംവരണവും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതും പെട്ടെന്ന് അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ EWS സംവരണം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന സംവരണം, അല്ലെങ്കിൽ ഈഴവരും വിശ്വകർമ്മജരും ഒക്കെ അനുഭവിച്ചിരുന്ന പുലയ സമുദായവും പറയ സമുദായവും ഒക്കെ അനുഭവിച്ചിരുന്ന സംവരണം, പട്ടിക വിഭാഗങ്ങൾക്കുണ്ടായിരുന്ന സംവരണം നിശ്ചയിച്ചത് അയിത്തം അനുഭവിക്കേണ്ടി വരികയും അയിത്തത്തിൻ്റെ തിക്തഫലങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ വരികയും ചെയ്ത ആളുകളെയാണ് പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പ്രാതിനിധ്യം ഉറപ്പാക്കിയത്. സംവരണം നിങ്ങൾ വിട്ടേക്കുക, പ്രാതിനിധ്യം ഉറപ്പാക്കിയത്. 340 ഭരണഘടന പ്രകാരം നിശ്ചയിച്ചത് ഇവിടെ ഏതെങ്കിലും ഒരു സമുദായ സംവരണമല്ല നടപ്പാക്കിയത്. അതൊരു ക്ലാസ്സാണ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സാണ്, പിന്നോക്ക വിഭാഗമാണ്. ആ വിഭാഗത്തെ നിശ്ചയിച്ചത് ഈ രാജ്യത്തെ ആർക്കും ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അവകാശവും അധികാരമുണ്ട്. തങ്ങൾക്ക് അധികാര സ്ഥാനങ്ങളിൽ പങ്കാളിത്തമില്ല, തങ്ങളുടെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ, തങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ, അധികാര പഞ്ചായത്തിലോ മന്ത്രിമാരിലോ രാഷ്ട്രീയക്കാരിലോ ഉള്ള പിന്നോക്കാവസ്ഥ, ആരോഗ്യ പരിചരണം ലഭിക്കുന്നതിനുള്ള പിന്നോക്കാവസ്ഥ, ഏകദേശം 8ഓളം ഘടകങ്ങൾ നിശ്ചയിച്ച ശേഷം ആ ഘടകങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടാൽ അവർക്ക് ഈ പട്ടികയിൽ വരാം. പിന്നോക്ക സമുദായ പട്ടികയിൽ നായന്മാരില്ലേ? ഉണ്ടല്ലോ. വിളക്കിത്തല നായരെന്നും വെളുത്തടത്ത് നായരെന്നും പറയുന്ന ആൾക്കാർ ആ പട്ടികയിലുണ്ടല്ലോ. ആന്തൂർ നായരെന്നും കുലാല കുശവൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ നായർ സമുദായത്തിൽ. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിനകത്തില്ലേ? ലത്തീൻ കത്തോലിക്കരും ക്രിസ്ത്യൻ കൺവെർട്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതിനകത്തില്ലേ? മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതിനകത്തില്ലേ? ബ്രാഹ്മണരില്ലേ അതിനകത്ത്? വിശ്വബ്രാഹ്മണർ അതിലൊരു വിഭാഗം ഈ പട്ടികയിലുണ്ട്. മണിപ്പൂരി ബ്രാഹ്മണർ എന്ന് പറയുന്ന ബ്രാഹ്മണർ ഈ പട്ടികയിലുണ്ട്. അവർ ബ്രാഹ്മണരാണ്. പക്ഷെ അവരുടെ ഈ ഡെത്ത് റിച്വൽസ്, മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ആ വിഭാഗത്തെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പട്ടികയാണ് ഈ സാമ്പത്തിക സംവരണം എന്ന വാക്കിന് അന്വർത്ഥമാക്കുന്നത്. എന്നാൽ EWS എന്ന് പറയുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ശുദ്ധജാതി സംവരണമാണ്. അത് സവർണജാതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രം വരാവുന്ന ഒന്നാണ്. എന്നിട്ട് അതിന് EWS ആണ്, സാമ്പത്തിക സംവരണമാണെന്നൊക്കെ വാക്ക് പറയുന്നുണ്ട്. ശുദ്ധ തട്ടിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ള പല കൗശലങ്ങളും അതിൽ പ്രയോഗിക്കുകയാണ്. പാവപ്പെട്ടവരുടെ സംവരണമാണ്. പാവപ്പെട്ടവരുടെ സംവരണമാണോ? അല്ല. ഒരു വർഷം 8 ലക്ഷം രൂപ വരുമാനമുള്ളവൻ പാവപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. 5 ഏക്കർ പുരയിടമുള്ളവൻ പാവപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേന്ദ്രത്തിൻ്റെ മാനദണ്ഡമാണെങ്കിൽ കേരള സർക്കാർ പറഞ്ഞു ഞങ്ങൾ അത്രയൊന്നും കൊടുക്കുന്നില്ല, പിന്നെ ഞങ്ങൾ എന്താ കൊടുക്കുക? ഞങ്ങൾ 4 ലക്ഷം രൂപ വരുമാനമുള്ളവരെ പാവപ്പെട്ടവരെന്ന് പറയുന്നത്.
ഞങ്ങൾ 2.5 ഏക്കർ വസ്തു ഉള്ളവനാണ് പാവപ്പെട്ടവനെന്ന് പറയുന്നത്. ഇവിടെ BPL-ൻ്റെ ലിസ്റ്റുണ്ട്, ഇവർക്ക് ആർക്കെങ്കിലും എടുക്കാം. കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെങ്കിൽ ഞങ്ങൾ ജാതിയെ മതത്തെ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്ന യോഗ്യന്മാർക്ക് പാവപ്പെട്ടവർക്കാണ് സംവരണം കൊടുക്കുന്നതെങ്കിൽ അതിൽ എല്ലാ പാവപ്പെട്ടവർക്കും കൊടുക്കാം. പട്ടികജാതിക്കാരന് കൊടുക്കാം, പട്ടികവർഗ്ഗക്കാരന് കൊടുക്കാം, ജാതി മതം ഉപേക്ഷിച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഈഴവനെ കൊടുക്കാം, മുസ്ലിമിന് കൊടുക്കാം. എന്നെ ഈയിടെ ആരാണ്ട് വിളിച്ചു ചോദിച്ചു, സാർ ക്രിസ്ത്യാനിയാണോ? പേര് ജോഷി എന്ന് കേട്ട് പറഞ്ഞതാണ്. എൻ്റെ അച്ഛൻ നല്ലൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും അടിയുറച്ച ഗുരുഭക്തനുമായതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പേരിട്ടത്. ഞാനതും വിശദമായി പോകുന്നില്ല. അതുകൊണ്ട് EWS എന്ന് പറയുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ല, എക്സ്ക്ലൂസീവ്ലി ആൻഡ് ഹോളി ഫോർ സവർണാസ് എന്നാണ് EWS-ൻ്റെ അർത്ഥം. അപ്പം നമ്മളെ പറ്റിക്കുകയാണ്. ഇത് പാവപ്പെട്ടവർക്കാണെന്ന് പറഞ്ഞതും പറ്റിക്കുകയാണ്, പാവപ്പെട്ടവർക്കല്ല. 2.5 ലക്ഷം രൂപ 2.5 ഏക്കർ വസ്തുവും. ഇപ്പോൾ കോട്ടയം തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 49.5 സെൻറ്റ് സ്ഥലമുള്ളവനും പാവപ്പെട്ടവനാണ്, അവന് 4 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിലും പാവപ്പെട്ടവനാണ്. ഇങ്ങനെ തട്ടിപ്പും ചതിയും വഞ്ചനയും നടത്തിക്കൊണ്ട് അധികാരം കൗശലപൂർവ്വം കുത്തകയാക്കാൻ നടത്തുന്ന ഒരു കൗശലത്തിൻ്റെ ഭാഗമാണ് EWS എന്ന് പറയുന്ന സംവരണം. സംരക്ഷിക്കേണ്ടതല്ല, തകർക്കപ്പെടേണ്ടതാണ്. ഈ സംവരണം 2019 ജനുവരി മാസം 12-ാം തീയതിയാണ് അംഗീകരിക്കപ്പെടുന്നതെങ്കിൽ പുരോഗമന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് 2017 നവംബർ മാസം 15-ാം തീയതി 96% തസ്തികളും കുത്തകയാക്കി വെച്ചിരിക്കുന്ന, അതിൽ വിശിഷ്ട സവർണ സമുദായക്കാരും നായർ സമുദായക്കാരും കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ദേവസ്വം ബോർഡിലേക്ക് ഒരു 10% കൂടെ തിരികെ കയറ്റിക്കൊടുത്തു. തകർക്കപ്പെടേണ്ടതാണോ? സംരക്ഷിക്കപ്പെടേണ്ടതല്ല. ഇനി അതും ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്, സമയം പോകുന്നു. ഞാനൊരു പരമാവധി 11:18 ഒരു 10 മിനിറ്റ് പരമാവധി, അത് നിങ്ങളുടെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ എല്ലാം കുത്തകയാക്കി വെച്ചിരിക്കുന്നതെല്ലാം കുറേ സമുദായങ്ങളാണെന്നാണ്. സമീപകാലത്തെല്ലാം മുസ്ലിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വലിയ മുസ്ലിം വിരോധം ബോധപൂർവം കുറേ ആളുകൾ പടർന്നു പരത്തുകയാണ്. ഇവിടെ ഈ കണക്കുകൾ കൃത്യമായി പറയുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ രാജ്യത്തൊരു സെൻസസ് നടപ്പാക്കുക എന്നുള്ളതാണ്. കൃത്യമായ ഒരു സെൻസസ് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അധികാരം, പദവി, റിസോഴ്സ്, ഭൂമി, ഇതെല്ലാം ആരുടെ കയ്യിലാണ്, ആരാണ് കുത്തകയാക്കി വെച്ചിരിക്കുന്നുള്ള കണക്ക് വരും. ഈ കണക്ക് വന്നിട്ട് ഇവർ സംസാരിക്കട്ടെ. അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും BJP ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റും ഇവർക്കൊക്കെ ഒരേ സ്വഭാവം തന്നെയാണ്. 1931 ശേഷം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സെൻസസ് നടപ്പാക്കിയിട്ടേ ഇല്ല. യഥാർത്ഥത്തിൽ ഈ സെൻസസിൻ്റെ ആവശ്യകത വളരെ അടിയന്തിരമാണ്. ഏത് രാജ്യത്തിൻ്റെ പുരോഗതിക്കും ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്നൊരു പ്രയോഗമുണ്ട്. എന്തു വികസന പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിലും ആളുകളുടെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച്, ഭൂമി വിതരണം ചെയ്യെങ്കിൽ ഭൂമി കൈവശത്തിലുള്ള ആളുകളെക്കുറിച്ച്, ആരുടെയെല്ലാം കൈവശത്തിലാണ് എന്തെല്ലാം ഉള്ളത് എന്ന വ്യക്തമായ കണക്ക് കൃത്യമായി വന്നാൽ തർക്കങ്ങളെല്ലാം തീരും. അങ്ങനെ തർക്കങ്ങൾ തീരുന്ന സന്ദർഭത്തിൽ അനധികൃതമായി കൈയടക്കി വച്ചിരിക്കുന്നതെല്ലാം വിട്ടുകൊടുക്കുവാനും ഉപേക്ഷിക്കുവാനും നിർബന്ധിതരാകും. അതൊഴിവാക്കുന്നതിനുള്ള കൗശലപൂർവമായ കളിയാണ് ഈ സെൻസസിനെ എതിർക്കുന്നവർ സ്വീകരിക്കുന്നത്. പ്രാതിനിധ്യ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്നവരാണ് ഈ സെൻസസിനെ എതിർക്കുന്നവർ. പ്രാതിനിധ്യ ജനാധിപത്യത്തെ എതിർക്കുന്നവരാണ് സംവരണത്തെ എതിർക്കുന്നവർ. സംവരണം നമുക്ക് ഉപകരണമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. പ്രാതിനിധ്യമാണ് കിട്ടേണ്ടത്. എതിർക്കുന്നവർ പ്രാതിനിധ്യത്തെ എതിർക്കുന്നു. ഇനി 1980 BP മണ്ഡൽ പറഞ്ഞു, ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ജനസംഖ്യ 52%, പക്ഷേ അവരുടെ പ്രാതിനിധ്യം 4.69%. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുപ്രീം കോടതി വിധിക്ക് ശേഷം 1993 മുതൽ OBCക്ക് 27% സംവരണം ഏർപ്പെടുത്തി. 25 വർഷത്തിന് ശേഷം 2018-19 പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം പിന്നോക്ക വിഭാഗ പ്രാതിനിധ്യം കേവലം 13%. 25 വർഷക്കാലം നടപ്പാക്കിയിട്ട് ഇനി എത്ര കാലം നടപ്പാക്കേണ്ടി വരും? ഇനി ഞാൻ അതും അവിടെ അവസാനിപ്പിക്കുകയാണ്. MLA-മാരുടെയും MP-മാരുടെയും ഒരു കണക്ക്. ഇവരുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് കുറേ ആളുകളൊക്കെ ഒരുപാട് വേവലാതിപ്പെട്ടിരുന്നു. ഈ വേവലാതിപ്പെട്ടിരുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കണക്കാണത്.
എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രാതിനിധ്യത്തിൻ്റെ കണക്ക്? ഇത് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാവർക്കും കേൾക്കാം. അതിനകത്ത് ആരെയും ഒഴിവാക്കുന്നൊന്നുമില്ല, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നാരും പറയണ്ട. ഞാനത് 2-3 കണക്കുകളോട് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അത് പൂർത്തിയാവാതെ പോകുന്നത് കൊണ്ടാണ്. 140 MLA-മാരിൽ മുസ്ലിങ്ങൾ 33 പേരാണ്. 27% അവരുടെ ആ കണക്കെടുപ്പുണ്ട്, സെൻസസ് ഉണ്ട്. 23.6% പ്രാതിനിധ്യമുള്ളൂ. അതുകൊണ്ട് മുസ്ലിം MLA-മാർ കൂടി എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവർക്ക് 27% അർഹതയുണ്ട്. നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ 31 പേരുണ്ട്. നായർ സമുദായത്തിൻ്റെ ജനസംഖ്യ യഥാർത്ഥത്തിൽ 10% താഴെയാണ്. അവർ ഈ ഒരുപാട് എണ്ണമൊക്കെ പറയും. വിളക്കത്തര നായരെയും വെളുത്തടുത്ത നായരെയും ആന്തൂർ നായരെയും ആന്ധ്ര നായരെയും ഒക്കെ കൂട്ടിയിട്ട് ചക്കാല നായരെയും ഇതെല്ലാം ഈ ചെട്ടിപ്പിള്ളമാരെയും ഒക്കെ കൂട്ടിയിട്ട് ഒരുപാടുണ്ടെന്നൊക്കെ പറയും. പക്ഷേ സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഹൈഡിങ് ദ ട്രൂത്ത് സെൻസസിനെ എതിർക്കുന്നത്. 31 പേരുണ്ട്. ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് 23 പേരാണ്. സമയം കിട്ടാത്തതുകൊണ്ടൊന്ന് പറഞ്ഞു പോകാം. അതിൽ ഭരണപക്ഷത്തെ കോൺഗ്രസ്സുകാർ, ബാലേന്ദ്ര സാർക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഒരൊറ്റ MLA കോൺഗ്രസ് പാർട്ടി എന്നുള്ളത്. പ്രാതിനിധ്യത്തിൻ്റെ കണക്ക് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. SC STക്ക് 14%, 10% സംവരണങ്ങളുണ്ട്. 14, ST 2%, സ്ത്രീയും ക്രിസ്ത്യൻ 20%, അല്ല 20 പേര്, LC 6%, OBC 10% ആകെ ഉള്ളത്. MP-മാരുടെ കണക്ക്, MP-മാരുടെ കണക്കിൽ മുസ്ലിങ്ങൾ ആകെയുള്ളത് 3 പേര്. 3 MP-മാരാണ് പാർലമെൻറ്റിലുള്ളത്. ലോക്സഭയിലേക്ക് 7 പേര് നായന്മാരുണ്ട്. ഇത് പ്രാതിനിധ്യത്തിനടക്കാണ്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. എൻ്റെ സമുദായത്തിൻ്റെ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്, അവരെ ദ്രോഹിക്കാനും കുറ്റപ്പെടുത്താനും വേണ്ടിയല്ല. ഈഴവരുണ്ട്, 2 പേരാണ്. 24%, 25% ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈഴവർ പാർലമെൻറ്റിലുള്ളത് 2 MP-മാരാണ്. SC STക്ക് 2 പേരാണുള്ളത്. സ്ത്രീയും ക്രിസ്ത്യൻ 4 പേരുണ്ട്. LC 1, ബാക്കി പോട്ടെ 20 പേരിൽ. ഇനി മിനിസ്റ്റേഴ്സ് ഉണ്ട്. മുസ്ലിങ്ങളിൽ 2 മന്ത്രിമാരാണ് ഉള്ളത് കേരളത്തിൽ. നായർ 9 പേരുണ്ട്. 21 മന്ത്രിമാരുള്ളതിൽ 9 പേര് നായന്മാരാണ്. അവിടെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ പാർട്ടിക്ക് ഭരണാധികാരം കൊടുത്ത ഈഴവ സമുദായത്തിൽ നിന്ന് പിണറായി വിജയൻ എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയും VN വാസവൻ എന്ന് പറയുന്ന 2 ആളും അല്ലാതെ ഒരൊറ്റ ഈഴവൻ മന്ത്രിസഭയിലില്ല. ഇത് പ്രാതിനിധ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമ്മേളനമാണ്. ഈ പ്രാതിനിധ്യം കൊടുക്കുന്ന കാര്യത്തിൽ എന്താണ് ഇവരുടെ നിലപാടെന്ന് അവർ വ്യക്തമാക്കണം. ഈ 7 പേർക്ക് പുറമെ 7 നായന്മാർ മന്ത്രിമാരുണ്ടെങ്കിൽ 2 പേരല്ലാതെ ഉണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, ചീഫ് വിപ്പ് ഉണ്ട്. ക്യാബിനറ്റ് പദവിയുള്ള 9 പേരാണ്. ഞാനീ പറഞ്ഞു വരുന്നത് പ്രാതിനിധ്യത്തിൻ്റെ കണക്കാണ്. സംവരണം എന്ന പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ളതാണ്. ആളുകളെ കബളിപ്പിക്കുന്ന ഇടപാടാണിത്. ഞാൻ അതുകൊണ്ട് അതും അവിടെ അവസാനിപ്പിക്കുകയാണ്. കാര്യം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പുന്നല സാർ അത് കൂടുതൽ സംസാരിക്കും. ഈ സമീപകാലത്ത് വന്ന ഒരു കാര്യം കൂടി പരാമർശിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മറ്റു പല കാര്യങ്ങളും തൽക്കാലത്തേക്ക് ഞാൻ ഉപേക്ഷിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതി സുപ്രീം കോടതിയിലുണ്ടായ ഒരു വിധിയാണ്. പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ സബ് കാറ്റഗറൈസ് ചെയ്യണമെന്നുള്ളതാണ്. അവിടെയും ക്രീമി ലെയർ സിദ്ധാന്തം ഏർപ്പെടുത്തണമെന്നും പരാമർശിച്ചിട്ടുണ്ട്. ആ വിധിന്യായങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിലും എന്നെ കേൾക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഞാൻ MLA-മാരുടെയും MP-മാരുടെയും കണക്ക് പറഞ്ഞപ്പോൾ ചില കാര്യം കൂടി പറയാതെ പോകുന്നത് തെറ്റായിരിക്കും. ഈ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദത്തിൽ 2 ഈഴവരെ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൻ്റെ പോലീസ് ചീഫായിട്ട്, ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. പോലീസ് ചീഫായിട്ട് 2 പേര് വന്നു. ഒരു നാടാർ സമുദായത്തിൽപ്പെട്ട ഒരാൾ ചീഫ് സെക്രട്ടറി ആയിരുന്നു. 1950 മുതൽ സംവരണം നിലനിൽക്കെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് IAS-ഉം IPS-ഉം ഉണ്ടായിട്ടും ഒരൊറ്റ പട്ടികജാതിക്കാരൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. കേരളത്തിൻ്റെ മന്ത്രിസഭയിലും ഒരു പട്ടികജാതിക്കാരനില്ലാത്ത അവസ്ഥയായി. ഇപ്പം ഒരാദിവാസി ഉണ്ടെന്ന് പറഞ്ഞ് അവകാശപ്പെടുകയാണ്. കേരള കോൺഗ്രസിൻ്റെ 4 ഗ്രൂപ്പുണ്ട്. 4 പേർക്കും മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടി 6 മാസമോ 2 വർഷമോ 2.5 വർഷമൊക്കെ കൊടുക്കുന്ന ആളുകൾ 10% സംവരണം ഭരണഘടനാപരമായി കൊടുക്കാൻ ബാധ്യതയുണ്ടെങ്കിൽ 20 മന്ത്രിമാരുണ്ട്, 2 മന്ത്രിമാരുണ്ടാവേണ്ടതാണ്. എന്തേ കൊടുക്കാൻ ഇവർക്ക് മടി? ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ സബ് കാറ്റഗറൈസേഷനെ കുറിച്ചും ക്രീമി ലെയറിനെ കുറിച്ചും പറയും. ക്രീമി ലെയർ തൽക്കാലം മാറ്റുക. എന്താണ് ഈ സബ് കാറ്റഗറൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്?
പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഭിന്നിച്ച് അതിശക്തമായ പ്രക്ഷോഭ രംഗത്താണിപ്പോൾ. ഒരു കൂട്ടർ സബ് കാറ്റഗറൈസേഷൻ വേണം, വേറൊരു കൂട്ടർ സബ് കാറ്റഗറൈസേഷൻ പാടില്ല. ഞാൻ എൻ്റെ നിലപാട് പറയുന്നു. ഈ സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് തട്ടിപ്പാണ്. അത് ഈ വിഭാഗത്തെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നാൽ ജോഷി സാറ് OBC വിഭാഗത്തിലെ 40% സംവരണം കൊടുത്തിരിക്കുന്നതിനകത്ത് ഈഴവർക്കുണ്ട്, വിശ്വകർമ്മയർക്കുണ്ട്, ലത്തീൻ കത്തോലിക്കർക്കുണ്ട്, ബാക്കി OBHലുണ്ട്, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എല്ലാം കൂടെ 40 കൊടുത്താൽ പോരെ എന്നുള്ളതാണ്. പിന്നോക്ക വിഭാഗങ്ങളെ സബ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതല്ല അത്. ആകെ ജനസംഖ്യയുടെ 2% കൂടുതലുള്ള സമുദായങ്ങൾക്ക് അന്ന് ഇത് നിശ്ചയിച്ചപ്പോൾ പ്രത്യേക കോട്ട നിശ്ചയിച്ചു. ഇയർ മാർക്കഡ് ടാർഗറ്റഡ് കോട്ട. അങ്ങനെ ഈഴവർക്കും വിശ്വകർമ്മയർക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുത്ത ഒരു സമുദായം മേൽ സമുദായം എന്ന്, ഒരാൾ മോസ്റ്റ് ബാക്ക്വേർഡും ഒരാൾ ബാക്ക്വേർഡും ഒരാൾ അതിന് മേലും, ഇങ്ങനെ ഭിന്നിപ്പിച്ചിട്ടില്ല. ഇവിടെ നടക്കാൻ പോകുന്ന പട്ടികജാതിയിൽപ്പെട്ട ഒരു വിഭാഗം, പട്ടിക വിഭാഗത്തിലുള്ള ആൾക്കാർ നിങ്ങൾ ബാക്ക്വേർഡ്, നിങ്ങൾ മോസ്റ്റ് ബാക്ക്വേർഡ്, നിങ്ങൾ പ്രിമിറ്റീവ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ട് ഈ സംഘടിത ശേഷിയെ ഭിന്നിപ്പിക്കാനുള്ള കൗശലമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇവർക്ക് കൊടുക്കണം, കൊടുക്കണ്ടെന്നല്ല, ഇയർ മാർക്കഡ് ടാർഗറ്റഡ് കോട്ട നിശ്ചയിച്ച് കൊടുക്കണം. ആർക്ക് എത്ര കുറവുണ്ട്, എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് നിശ്ചയിച്ചിട്ട് അവർക്ക് കൊടുക്കണം, കൊടുക്കേണ്ടെന്നല്ല. പക്ഷേ നിങ്ങൾ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം ശരിയല്ല. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം അത് ദീർഘമായി പോയാൽ ഒരു സമയം നിശ്ചയിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിൽ PSC റാങ്ക് ലിസ്റ്റ് വന്ന അസിസ്റ്റൻറ്റ് സർജൻ മെഡിക്കൽ ഓഫീസർമാരുടേത്, അതിൽ പട്ടിക വിഭാഗക്കാരുടെ മാത്രം കണക്കാണ്. ആകെ 734 പേര് വന്നിട്ട് 18 പേരെ പട്ടികജാതി ലിസ്റ്റിലുള്ളൂ, ഒരു പട്ടികവർഗ്ഗക്കാരനും. സപ്ലിമെൻ്ററി ലിസ്റ്റ് 98 ഉണ്ട്, 38. പക്ഷേ ഈ 18 പട്ടികജാതിക്കാരുടെ കൂടിയിട്ട് 13 സമുദായക്കാരേ ഉള്ളൂ സാർ. ഈ പട്ടിക വിഭാഗത്തിലുള്ള 13 സമുദായക്കാരേ ഉള്ളൂ. അപ്പോൾ ഈ 13 സമുദായക്കാരുടെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ സബ് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരാരെങ്കിലും ഇതിൽ കടന്നു വരുമോ? വരത്തില്ല. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 46 ഉണ്ട്. ആ 46 പറയുന്നത് ജനങ്ങളിൽ ദുർബലരായ ആളുകളിൽ വിശിഷ്യ എസ്പെഷ്യലി SC ST OBCക്കാർക്ക് അവരുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉയർത്തുന്നതിനും വളർത്തുന്നതിനും ആവശ്യമായ പ്രത്യേക നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതുമാത്രം സ്വീകരിച്ചില്ല. ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് സവർണന് 103-ാം ഭരണഘടനാ ഭേദഗതി നടപ്പാക്കി കൊടുത്തു. ഇപ്പോൾ പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സബ് കാറ്റഗറൈസേഷൻ ഇല്ലാത്തത് കൊണ്ടാണോ കണ്ണൂർ ജില്ലയിലെ LP സ്കൂൾ അധ്യാപകരുടെ 13 ഒഴിവുകൾ NCAക്ക് കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ NCA വിജ്ഞാപനങ്ങൾ ധാരാളമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടുപിടിക്കാതെ ഒരു സെൻസസ് നടപ്പാക്കി എന്താണ് കുറവ്, എന്താണ് കാര്യങ്ങൾ എന്നുള്ള വസ്തുനിഷ്ഠമായി പരിശോധനയ്ക്ക് വിധേയമാക്കാതെ നമ്മളെ കബളിപ്പിക്കുവാനും ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കുവാനും ഇടയായി നാം ഭിന്നിക്കുവാനും ചിതറിപ്പോകുവാനും അധികാരം കുത്തകയാക്കിയിരിക്കുന്ന ആളുകളുടെ കുത്തകാധികാരം ചോദ്യം ചെയ്യുവാൻ ശേഷിയുള്ള ആളുകളെ ചിഹ്ന ഭിന്നമാക്കുവാനുമുള്ള കുതന്ത്രമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്നും പ്രാതിനിധ്യം ഇല്ലാതാക്കുവാനുള്ള, നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ട പ്രാതിനിധ്യം നിഷേധിക്കുവാനുമുള്ള കൗശലമാണ് ഈ പ്രാതിനിധ്യ അട്ടിമറി അഥവാ സംവരണ അട്ടിമറിയിലൂടെ ഇവർ ശ്രമിക്കുന്നതെന്ന തിരിച്ചറിവുണ്ടായി. നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. അതിനായി SC ST OBC മൈനോറിറ്റീസ് വിഭാഗത്തിൻ്റെ ശക്തമായ ഐക്യത കെട്ടിപ്പടുക്കണം. തീർച്ചയായും ഈ വിഷയം ഇവിടെ സംഘടിപ്പിച്ച് തെരഞ്ഞെടുത്ത ധർമ്മസംഘം ട്രസ്റ്റിനോടും വിശിഷ്യ സച്ചിദാനന്ദ സ്വാമികളോടും എന്നെ കേട്ട നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള സ്നേഹത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അല്പം ദീർഘിപ്പിച്ചു പോയ ഈ പ്രസംഗം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.